ഞങ്ങൾ ഈ ഓപ്പറേഷൻ തുഫാൻ്റെ ഭാഗമായി ആദ്യത്തെ തുഫാൻ വാരിയറായി മാറിയത് ശ്രീ മോഹൻലാലാണ്. അത് കഴിഞ്ഞ് ധാരാളം പ്രമുഖ വ്യക്തികളെ ഞങ്ങൾ കണ്ട് അവരെയൊക്കെ തുഫാൻ വാരിയറാക്കി. ലോക സിനിമയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അടൂർ ഗോവർഷ സാർ. അദ്ദേഹത്തെ ഞങ്ങളിന്ന് സമയം ചോദിച്ചു, ഇവിടെ വന്നു. അദ്ദേഹത്തിന് ഞാൻ തുഫാൻ വാരിയർ എന്ന ബാഡ്ജ് ധരിപ്പിച്ചു. എവരെ പോലുള്ള മഹത് വ്യക്തികൾ തുഫാൻ വാരിയറായി മാറുമ്പോൾ അത് സമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കും. അത് മാതൃകയായി ധാരാളം ആളുകൾ സ്വീകരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സിനിമാ മേഖലയിൽ ഇതുണ്ട് എന്നുള്ളത് പലരും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അടൂർ സാറിനെ പോലൊരു മഹാവ്യക്തിത്വം ഈ തുഫാൻ വാരിയറായാൽ തീർച്ചയായിട്ടും സിനിമയിലും ഇതിൻ്റെതായ പ്രതിഫലനം ഉണ്ടാകും, സമൂഹത്തിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ വന്ന് ഈ തുഫാൻ വാരിയർ ബാഡ്ജ് ഞാൻ സമർപ്പിച്ചത്. ശ്രീ ചെന്നിത്തല മന്ത്രിയാവുന്നതിന് എത്രയോ മുമ്പാണ് അദ്ദേഹം ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ച് നമ്മുടെ കേരളം മുഴുവനും സഞ്ചരിച്ച് ഈ മയക്കുമരുന്നുകൾക്കെതിരായിട്ടുള്ള പ്രചാരണം നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായി വന്നത് ഈ ഒരു പ്രസ്ഥാനത്തിന് വലിയൊരു ആക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം വളരെ വളരെ ഉദാത്തമായ ഒരു പദ്ധതിക്ക് അത് നടപ്പാക്കാനുള്ള ചുമതല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലായി. അത് വളരെ നല്ല കാര്യമായി. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്, കുട്ടികളെല്ലാം ഇതിലേക്ക് ഏതെങ്കിലും രീതിയിൽ ആകർഷിക്കപ്പെട്ടു വരികയാണ്. പക്ഷെ ഇത് സംബന്ധിച്ച് നൽകപ്പെടുന്ന ശിക്ഷ ചെറിയ ശിക്ഷ ആവരുത്. ഇതിൽ ശിക്ഷ നടപ്പാക്കാൻ വരുന്ന ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയിട്ട് വെറുതെ വിടുന്ന അവസ്ഥ വരരുത്. അങ്ങനെയാണെങ്കിൽ ഉദ്യോഗസ്ഥനെയും ശിക്ഷിക്കണം. അത് വളരെ കർശനമായിട്ട് നടപ്പിലാക്കേണ്ടതാണ്. അത് പോലീസും സാധാരണ ജനങ്ങളും രക്ഷകർത്താക്കളും എല്ലാം തന്നെ ഇതിൽ വളരെ കൃത്യമായിട്ട് പങ്കാളികളാകേണ്ട ആവശ്യമുണ്ട്. എനിക്ക് താങ്കൾ ഇവിടെ വന്ന് ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരാൾ അങ്ങനെ സമയം കണ്ട് ഇതിനിടയ്ക്ക് തിരക്കുകളിടയിൽ സമയം കണ്ട് ഇവിടെ വന്നത് അദ്ദേഹത്തിന് ഇക്കാര്യത്തിലുള്ള അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയും ശുഷ്കാന്തിയുമാണ്. അദ്ദേഹത്തിന് വലിയ വിജയം ഇക്കാര്യത്തിലുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്.